മോഹൻലാലിനെതിരായ വീഡിയോയുടെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ വെല്ലുവിളിയാണെന്നാണ് അജു അലക്സ് പറയുന്നത്. നിന്റെ തലയ്ക്ക് വല്ല അസുഖം? അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ചെകുത്താൻ പേജിൽ അഭിപ്രായങ്ങൾ ഇനിയും തുറന്നു പറയുമെന്നും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഓൾ മൈ ഫേറ്റ്. കസ്റ്റഡിയിൽ എടുത്തു എന്നല്ല, എന്നോട് വിളിച്ച് നാളെ രാവിലെ വരാൻ പറഞ്ഞു. രണ്ട് കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ള സിദ്ദിഖിന്റെ പരാതിയിലായിരുന്നു നടപടി. എന്താ പറയാ, ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല, അതുകൊണ്ടാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. മോഹൻലാൽ പോയത് ആ സമയത്ത് പോയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരിക്കലും പോകാൻ പാടില്ല. പോയാൽ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചെയ്തത്. മാത്രല്ല, ഈ എടുത്ത ഫോട്ടോ ചില ഒരെണ്ണം മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ പേജിൽ അപ്പൊ ഇനിയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? പേജിലും യൂട്യൂബിലും എല്ലാം. എനിക്കങ്ങനെ നിർബന്ധമൊന്നും ഇല്ല ഇതൊന്നും പറഞ്ഞിട്ട്. ഇവിടെ നമ്മളിങ്ങനെ എന്താണെങ്കിലും അവിടെ പ്രസന്റ് ആവും. കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് കാണുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ അവരിങ്ങനെ കാണിക്കും, നമ്മളിത് കാണും, അടുത്ത വരും. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്ക.